എക്സാമിനർ ഫാമിലി, ഇനിയുള്ള എക്സാമുകൾ ഒരിക്കലും എളുപ്പമാവില്ല. ഇതെൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ എക്സാമുകൾ എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഈ ഒരു ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ പൊതുവെ എന്താ വിചാരിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പോലെയാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലെയാണ് നമ്മളുടെ എക്സാംസ് വരാറുള്ളതെന്നാണ്. പക്ഷേ ഒരുപാട് മാറ്റങ്ങളോടെയാണ് നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിലുള്ള, ഇപ്പം നിങ്ങൾ ഇനി 7ാം ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിലും 8ാം ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിലും ഇനി 6ാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാം ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് എക്സാംസ് വരാൻ പോകുന്നത്. പക്ഷേ എൻ്റെ കുട്ടികൾ അതുകൊണ്ട് മാത്രം എക്സാംസ് കുറച്ച് ടഫാവുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ മാർക്ക് കുറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് കൂട്ടിയേ പറ്റുള്ളൂ, അല്ലേ മക്കളെ? അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ എക്സാമിനർ എന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയും ദിവസം നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതുപോലെയാണ് ഇനിയും നമ്മൾ പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, നമ്മളുടെ മാർക്കുകൾ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഇനി പഠിച്ചേ പറ്റുള്ളൂ. വെറുതെ നമ്മൾ തലേ ദിവസങ്ങളിലെ മാരത്തോണുകൾ വന്നിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്റേഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടോ പ്രത്യേകിച്ച് എന്താണ് നിങ്ങൾക്കൊരു നല്ല മാർക്കിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടികൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ക്ലാസ് 6ലെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കണ്ടൻറ്റുകളും, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, എല്ലാ കണ്ടൻറ്റുകളും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ മുൻപ് ചോദിച്ച വർഷങ്ങളിലുള്ള ചോദ്യങ്ങൾ പോലെ തന്നെയാണ് ഇനിയും ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് പുറകോട്ടിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഉണ്ടായിട്ടുണ്ട്, എക്സാമിനറിൻ്റെ ബാച്ചുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇനി 7ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾ 7ാം ക്ലാസ്സിൻ്റെ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് സൃഷ്ടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് സൃഷ്ടി ബാച്ചിൽ ക്ലാസ് 7 ഫസ്റ്റ് തൊട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സ്കൂളിലെയൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഇയറിലെ ബാച്ചിലേക്ക് എൻ്റെ കുട്ടികൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് 6ൻ്റെ ഫൈനൽ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാം, ഫ്രീ ആയിട്ട്. അതായത് നമ്മുടെ ക്ലാസ് 6ൻ്റെ യുവ ബാച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് 7ൻ്റെ സൃഷ്ടി ബാച്ചിലേക്ക് എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ക്ലാസ് 6ൻ്റെ യുവ ബാച്ച് ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു അവസരം വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി ഇനി നമുക്ക് ഉണ്ടാവുള്ളൂ. ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. വേഗം തന്നെ നമ്മളുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറില്ലേ, അതേപോലെ തന്നെ ഇവിടെ 7592092021 ഈ നമ്പറിലേക്ക് ഒന്നുമില്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്ത് എക്സാം ടഫാക്കിക്കോട്ടെ, അല്ലെ, എങ്ങനെയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയാലും നമ്മൾ തളരാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് അതിനനുസരിച്ച് ഉയർത്തും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ എക്സാമിനർ ഉണ്ട്. അപ്പോൾ ആ എക്സാമിനറിൻ്റെ പാർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ്ണ അവസരമാണിത്. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ഒരു പുതിയ തുടക്കമാവട്ടെ, ആൻഡ് ഒരു പുതിയ മാറ്റം കൊണ്ട് തന്നെ നിങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ ആലോചിക്കുക, ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക, പാരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക, റൈറ്റ് ഡിസിഷൻ എടുക്കുക. ആൻഡ് എല്ലാവർക്കും നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചുകളിലേക്ക് സ്വാഗതം.